ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ പി സി അത് ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും അത് സ്ലോവിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 9 ടിപ്സുകളായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ ഈ 9 ടിപ്സുകൾ എൻ്റെ പുതിയ മോഡൽ കമ്പ്യൂട്ടറിലും അതേപോലെ തന്നെ പഴയ വേർഷൻ കമ്പ്യൂട്ടറിലും, പഴയ വേർഷൻ എന്ന് വെച്ചാൽ പഴയ ഹാർഡ്വെയർ കമ്പ്യൂട്ടറിലും ഞാനത് ട്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ വളരെ ഉപകാരപ്രദമായി തോന്നി എനിക്ക് ഈ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യമായിട്ട് നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വിൻഡോസ് മാത്രമല്ല, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹാർഡ്വെയറിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും, ആ ഡ്രൈവർ സോഫ്റ്റ്വെയർ കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മളിൽ സെറ്റിങ്സിൽ പോയി വിൻഡോസ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തു. വിൻഡോസ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വിൻഡോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇതിൽ അഡ്വാൻസ് ഓപ്ഷണൽ അപ്ഡേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ, അതായത് HP ഫേംവെയർ, അതേപോലെ കീബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷണൽ അപ്ഡേറ്റിൽ അതിൽ ഡ്രൈവേഴ്സ് ഉണ്ട്, ഫീച്ചർ, ക്വാളിറ്റി എന്നിവ ഇതിൽ കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അല്ലാതെ നമ്മൾ അപ് ടു ഡേറ്റ് കൊണ്ടുപോകാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മെഷീനിൽ എന്തെങ്കിലും ബഗ്ഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പുതിയ അപ്ഡേറ്റുകൾ മുഖേന നമ്മൾ ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. കൂടാതെ ജസ്റ്റ് ഞാൻ എൻ്റെ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് സിസ്റ്റം ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഫുൾ ഇൻഫോർമേഷൻ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഞാൻ മെയിനായിട്ട് അതിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫേംവെയർ ഡീറ്റെയിൽ. ഇപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത് 1.25, ഇതിൽ കാണിക്കുന്നത് 1.24 എൻ്റെ മെഷീനിൽ കാണിക്കുന്നത്. അപ്പോൾ അവരെ പോർട്ടൽ മുഖേന നമുക്ക് വരുന്ന അപ്ഡേറ്റ്സ്, വിൻഡോസ് അപ്ഡേറ്റിൽ വരുന്ന 1.25 അവർ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് HP ലാപ്ടോപ്പ് ഡ്രൈവർ, HP ഡ്രൈവർ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോകാം. ബൈ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ നമ്മൾ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ശരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ഇൻഫോർമേഷൻ ഞാനിപ്പോൾ ഈസി ആയിട്ട് ഞാൻ സിസ്റ്റം ഇൻഫോർമേഷൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ മോഡൽ ഞാൻ കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. HP ProBook 430G5, അതായത് എൻ്റെ പഴയ മോഡലാണ്. എന്നിരുന്നാൽ പക്ഷേ അപ് ടു ഡേറ്റ് ആണ്. വിൻഡോസ് 11ൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഞാൻ ഇവിടെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡ്രൈവേഴ്സ് ഇതിൽ ഡിക്റ്റേറ്റ് മൈ ഡ്രൈവർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HP അസിസ്റ്റൻ്റ് ഉണ്ട്, അസിസ്റ്റൻറ്റ് ഡ്രൈവർ, അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ ഇത് മെയ് 2022, അതിൽ ജൂലൈ 23 എന്നിങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മെഷീനിൽ ഏത് ഡ്രൈവറാണ് ഇപ്പോൾ റണ്ണിങ് ആണെന്നുള്ളത് കാണാൻ വേണ്ടി നമുക്ക് ഡിവൈസ് മാനേജറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഹാർഡ്വെയറിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡ്രൈവറാണെന്ന് ഇതിൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഇപ്പോൾ റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മുടെ ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ഒക്കെ സെയിം തന്നെ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തു, ഡ്രൈവർ ഡേറ്റ് 19/7/2022. കൂടാതെ ഇതിപ്പോൾ ഈ ഡ്രൈവറുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്തെങ്കിലും ബഗ്ഗുകളുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും സൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും ബഗ്ഗുകളൊക്കെ വരുമ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ആ ബഗ്ഗുകളെല്ലാം ഫിക്സ് ചെയ്യപ്പെടും. അതേപോലെ എന്തെങ്കിലും ത്രെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ പുതിയ വിൻഡോസിൻ്റെ അപ്ഡേറ്റുകൾ വരുമ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്യുന്നതാണ്. അടുത്തതായി നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തെങ്കിലും പെൻഡിങ് റീസ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ചെയ്യുക. ഓക്കെ, സോഫ്റ്റ്വെയർ ആണെങ്കിലും എന്താ പറയുക, ഈ എന്തെങ്കിലും വിൻഡോസ് അപ്ഡേറ്റ് ആണെങ്കിലും നമ്മൾ ഇത് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേജിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. പേജിങ് എന്ന് പറഞ്ഞാൽ അതായത് വെർച്വൽ മെമ്മറി. നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നമുക്ക് വെർച്വൽ മെമ്മറി നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിതിൽ 7,000 8,000 കൊടുക്കുമ്പോൾ 9,000 ഇത്ര ചേഞ്ചസ് വന്ന് വെർച്വൽ മെമ്മറി ആയിട്ട് ഇതിൽ നിന്ന് എടുത്തിരിക്കുക. അപ്പോൾ നമ്മുടെ മെഷീനിലും വെർച്വൽ മെമ്മറി എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വെർച്വൽ മെമ്മറി എനേബിൾ ചെയ്യുക. അതും നമ്മുടെ മെഷീനിന് പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നൊരു ഇതാണ്. അടുത്തത് ഡിസ്കിൻ്റെ, നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ്. അപ്പോൾ ഇതിനൊരു സ്റ്റോറേജ് സെൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വിൻഡോസ് 11 ഒരു പുതിയ ഓപ്ഷനാണ്. ആ സ്റ്റോറേജ് സെൻസിലൂടെ അല്ലാതും ഓട്ടോമാറ്റിക്കായിട്ട് അവൻ പിക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. വളരെ യൂസ്ഫുള്ളുള്ളൊരു ഇൻഫോർമേഷൻ തന്നെയാണ്. എല്ലാ ഇൻസ്റ്റാൾ ചെയ്തുള്ള ആപ്ലിക്കേഷനായാലും അതേപോലെ ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെന്തുവാ ഡൗൺലോഡ് ചെയ്തുള്ളത്
എല്ലാതും വീഡിയോസ് ഡെസ്ക്ടോപ്പിലിരിക്കുന്നത് ക്ലീൻ ചെയ്യാനുള്ള എല്ലാ ഇതൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളത് എനേബിൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ക്ലീനപ്പ് റെക്കമെൻഡേഷൻ അതിൽ എന്തൊക്കെയാണ് നമ്മൾ വേണ്ടതെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ടെമ്പററി ഫയൽസിൽ ഇപ്പോൾ റീസൈക്കിൾ ബിന്നും അതെല്ലാം ഡൗൺലോഡ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത സാധനങ്ങളൊക്കെ അത് ഡിലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത് 15-16 GB കാണിക്കുന്നുണ്ട്. അതിൽ റീസൈക്കിൾ ബിന്നാണെങ്കിലും അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും C ഡ്രൈവിലെ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേസ് നമ്മൾ 1 GB താഴെ വരുമ്പോൾ സിസ്റ്റം വളരെ സ്ലോവിൽ അത് പെർഫോം ചെയ്യുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 3-4 GB മിനിമം നമ്മൾ വെച്ചിരിക്കുക. 3-4 GB എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ കരുതുന്നതായിരിക്കും നല്ലത്. നാളെ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് Cയുടെ ഡ്രൈവ് ആയിരിക്കും നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്. കൂടാതെ നമ്മുടെ യൂസർ പ്രൊഫൈൽ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ആകെ ഒരു യൂസറിൻ്റെ പ്രൊഫൈലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കാണുക സിസ്റ്റം പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞ് അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സിൽ ഇപ്പോൾ യൂസർ പ്രൊഫൈൽസ് ഇതിലൊരു യൂസർ പ്രൊഫൈൽ അത് തന്നെ C ഡ്രൈവിൽ 70 GB എടുത്തിട്ടുണ്ട്. മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ആ പ്രൊഫൈലിലാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് അതേപോലെ ഡൗൺലോഡ്സ് ഡോക്യുമെൻ്റ് എല്ലാം ഇരിക്കുന്നത് ആ പ്രൊഫൈലായി. അതേപോലെ വേറെ യൂസർ ഉണ്ടെങ്കിൽ അവനും ഇത്രയും സ്പേസുകൾ എടുക്കും. അവൻ്റെ യൂസർ പ്രൊഫൈൽ അതേപോലെ അവൻ്റെ ഡെസ്ക്ടോപ്പ് അവൻ്റെ ഡൗൺലോഡ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അടുത്തതായി വിൻഡോസിൻ്റെ പെർഫോമൻസ് എന്താ വരുന്നത്? ഇപ്പോൾ സിസ്റ്റം പ്രോപ്പർട്ടീസിൽ പോയി അഡ്വാൻസിൽ പോയി പെർഫോമൻസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും ബെസ്റ്റ് പെർഫോമൻസ്, ബെസ്റ്റ് അപ്പിയറൻസ്. ഇതിലേതാണ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് യൂസ്ഫുള്ളായുള്ള നമ്മളെന്താണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. അടുത്തതായി വൺ ഡ്രൈവ് എന്താണ്? നമ്മളെ ഡാറ്റ നമുക്ക് ക്ലൗഡിൽ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് നമ്മൾ വിൻഡോസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡിനെ കുറിച്ച് പറയുന്നത്. വേറെയും പല ക്ലൗഡുകളും ലഭ്യമാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡാണ് വൺ ഡ്രൈവ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യണത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. പക്ഷേ ഇത് വളരെയധികം ഉപകാരമുള്ള ഒരു സംഭവം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റ വന്നിട്ട് ക്ലൗഡായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡാറ്റകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സിങ്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നാളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും മെഷീൻ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉപയോഗിക്കുന്ന യൂസറിനെയും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലൗഡിലേക്ക് കയറാൻ പറ്റും, ഡാറ്റ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഷെൽ : സ്റ്റാർട്ടപ്പ് എന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പിലിരിക്കുന്ന അപ്ലിക്കേഷൻസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഈ ഇതിൽ റൺ ചെയ്യുന്നില്ല. എന്നിരുന്നാലും നമ്മൾ ടാസ്ക് മാനേജർ ഇതിപ്പോൾ ഇവിടെ വന്നു. ടാസ്ക് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷനും സ്റ്റാർട്ടപ്പിൽ നിന്ന് നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. ഓക്കെ. പിന്നെ ഇതിൽ ക്ലൗഡിൽ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. നമ്മുടെ ഡെസ്ക്ടോപ്പ് എല്ലാ കാര്യങ്ങളും ഇതിൽ ക്ലൗഡിൽ. ഇത് ഞാൻ ജസ്റ്റ് പ്രീമിയം പോകുന്നില്ല, നമ്മൾ ലൈസൻസ് മേടിക്കുന്നില്ല, ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമ്മൾ ചെയ്യുന്നത്. മൊബൈലിൽ വേണ്ട ലേറ്റർ. അപ്പോൾ ഇതിൽ പഴയ ഡാറ്റ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലുള്ള എൻ്റെ ക്ലൗഡിലിരിക്കുന്ന കുറച്ച് പഴയ ഡാറ്റകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ. ജസ്റ്റ് കാണാൻ സാധിക്കും ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതിൽ ഗ്രീൻ കളർ ടിക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം ബാക്കിയുള്ളവരുമായിട്ട്. ഈ ഡാറ്റ നമുക്ക് വേറെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഞാൻ പറയുന്നത് ഒന്നിപ്പോൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ അതിനെ അൺലിങ്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താ കാര്യം ചെയ്തപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും സിങ്കർനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിന് വായിക്കും. നമ്മുടെ മെഷീൻ അത്രയും നല്ല കോൺഫിഗറേഷൻ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിന് യൂട്ടിലൈസ് ചെയ്യും. അടുത്തതായി വിൻഡോസിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള വിൻഡോസ് ഡിഫൻഡറോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, ലൈസൻസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അതെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് അതിൻ്റെ ഡാറ്റാബേസ് കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ സ്കാൻ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിടുക. ഇതെല്ലാം വളരെ അത് ചെയ്യുന്നത് വളരെ ഉപകാരം. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോഴും ഇപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പുതിയ ഡാറ്റാബേസുകൾ ഇങ്ങനെ പുതിയതായിട്ട് അവർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ വെൻഡേഴ്സും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഇന്ന് കണ്ടുപിടിക്കുന്ന വൈറസ് ആയിരിക്കില്ല നാളെ കണ്ടുപിടിക്കുന്നത്, നാളെ പുതിയത് എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടാവും. അപ്പോൾ ആ അപ്ഡേറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അവനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത നമ്മുടെ കമ്പ്യൂട്ടറിനുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അപ്ഡേറ്റ് ചെയ്യാനും അല്ല ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ അതിൽ ക്ലിയർ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അപ്ഡേറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഞാനിതിൽ വളരെ കൂടുതലിങ്ങനെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കൂടുതൽ ഓപ്ഷൻസുകൾ കാണാൻ പറ്റും. അല്ലാതെ എനേബിൾ ചെയ്തിടാം. തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ ഉപകാരം. ഒരുപാട് ഫ്രോഡ് അതുപോലെ ത്രെട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും വൈറസ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവൻ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് അവൻ തന്നെ റിമൂവ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഇതിൻ്റെ ആൻറ്റിവൈറസിൻ്റെ ഇത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഇത് ഇൻ്റർനെറ്റ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിയിൽ തന്നെ ഞാൻ ഇരിക്കുന്നത്. ഈ ബാങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കുറേയും കൂടി ഇതായിരിക്കും. ഇപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീനിലിരിക്കുന്ന അപ്ഡേറ്റുകൾ പറയുന്നത്, അതായത് കാസ്പെർസ്കിയുടെ അപ്ഡേറ്റ് മാത്രമല്ല ബാക്കിയുള്ള സോഫ്റ്റ്വെയർസിൻ്റെ റെക്കമെൻഡേഷൻ കൂടി ഇവൻ പറഞ്ഞു തരാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, സിസ്റ്റം അപ് ടു ഡേറ്റ് നമുക്ക് കൊണ്ടുപോവുക. അതേപോലെ തന്നെ സ്കാനും കാര്യങ്ങളും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിടുക. എപ്പോഴാണ് സിസ്റ്റം ഇരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുന്നതും വളരെയധികം ഉപകാരപ്രദമാകും. അപ്പോൾ ഈ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കാണേണ്ടതാണ് ഈ കാലത്ത്. ഇപ്പോൾ ജസ്റ്റ് വിൻഡോസിൻ്റെ ഡിഫൻഡർ ഞാൻ നോക്കുന്ന കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പാരലൽ നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. അടുത്തത് വിൻഡോസിൻ്റെ നമുക്ക് റീസ്റ്റോറേഷൻ. നമുക്ക് വിൻഡോസിൽ നമുക്ക് റീസ്റ്റോറേഷൻ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നാളെ ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ മെഷീനെ ജസ്റ്റ് അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി സിസ്റ്റം പ്രൊട്ടക്ഷൻ അതിൽ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. സി ഡ്രൈവിന് പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഓഫ് ചെയ്ത് വീണ്ടും ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ വിൻഡോസ് പ്രൊട്ടക്ഷൻ ഈ റീസ്റ്റോറേഷൻ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് സിസ്റ്റത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് സ്പേസ് അങ്ങനെ എടുക്കും. അതുകൊണ്ട് നമ്മളിവിടെ സ്പേസ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സി ഡ്രൈവ് മാത്രമേ എനേബിൾ ചെയ്യുന്നുള്ളൂ. ആവശ്യമെന്ന് വെച്ചാൽ അടുത്ത ഡ്രൈവുകൾ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേര് കൊടുക്കാം, ആപ്പിൾ. ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ ടൈം സ്റ്റാമ്പ് ഇതൊക്കെ അതിൽ കാണിക്കുന്നതാണ്, ഏത് ടൈമിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. സോറി, എന്താ വിൻഡോസ് ഡിഫൻഡർ ആയിട്ടില്ല. റിസ്റ്റോറേഷൻ പോയിൻ്റ് എടുക്കും. ചിലപ്പോൾ നമ്മൾ ഡാറ്റയ്ക്ക് അനുസരിച്ചിരിക്കും ആ ടൈം എടുക്കുന്നത്. റിസ്റ്റോറേഷൻ പോയിൻ്റ് കാര്യങ്ങളാണ് നമ്മുടെ വിൻഡോസ് ഇത് ക്ലിക്കായി. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ അവൻ പറയുന്നുണ്ട് കാസ്പെർസ്കിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എനേബിൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എന്നിരുന്നാലും നമുക്കിവിടെയും എല്ലാ കാര്യങ്ങളും ഫുൾ സ്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് ഡിഫൻഡറും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ അതിലും ചില വിൻഡോസ് ത്രെഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ എപ്പോഴും അപ് ടു ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ റീസ്റ്റോറേഷൻ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ് നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാം. അപ്പോൾ സിസ്റ്റം റീസ്റ്റോറേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ആപ്പിളിലുള്ള നെയിം കൊണ്ട് നെക്സ്റ്റ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പോയിന്റിൽ നിന്ന് റീസ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ PC റീസ്റ്റാർട്ട് ചെയ്ത് വരും. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളായി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ വീഡിയോ ആരെങ്കിലും കാണാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.